എന്താ പറഞ്ഞത്? CPI മുന്നണിയില്ലാന്ന് പറഞ്ഞു. അത് അവരെ പാർട്ടിയുടെ അഭിപ്രായം അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഒന്ന് അവര് പറയുന്നത് പോലെ തന്നെ മുന്നണിയുടെ എല്ലാ പാർട്ടികളും ഇത് സംബന്ധിച്ച അഭിപ്രായങ്ങൾ പറയും. ആ അഭിപ്രായങ്ങളെല്ലാം കേൾക്കുന്നതിനും അഭിപ്രായങ്ങളെല്ലാം ചെയ്തതിനു ശേഷം ഒരു നിലപാട് നിങ്ങൾ ഈ കാര്യത്തിൽ എടുക്കും. അതാ ഞാൻ പറഞ്ഞത്. LDF യോഗം ചേർന്നതിന് ശേഷം ഈ വിഷയം ചർച്ച ചെയ്തതിനു ശേഷം തുടർ കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറയാം. നിങ്ങൾ അതുവരെ നിങ്ങൾക്ക് അതുവരെ ക്ഷമിച്ചിരിക്കാനൊന്നും സമയമില്ല എന്നുള്ളത് എനിക്കറിയാം. നിങ്ങളെ ജോലി ചെയ്തോ, അതിനൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പിന്നെ നിങ്ങൾ എന്തിനാ ചർച്ച ചെയ്യുന്നത്? ഞാനതിന് മറുപടി പറഞ്ഞല്ലോ. ശരി, വേറെന്താ? സംഘർഷത്തിൽ ഇന്നലെ ഷാഫിപ്പറമ്പിലെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഒരു CIക്കെതിരെയുള്ള ആക്രമണമാണ് നടന്നത്. അഭിലാഷ് ദേവ് നേരത്തെ സസ്പെൻഡ് ചെയ്ത ആളായിരുന്നു. ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്ന ആളായിരുന്നു. ആള് മറ്റേ നേരത്തെയുള്ള പ്രതികളെയൊക്കെ ഒഴിവാക്കിയോ? ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയേണ്ട ആളല്ല. പോലീസിലെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു പ്രശ്നം, അതിനെന്തെങ്കിലും മറുപടി പറയേണ്ടതുണ്ടെങ്കിൽ പോലീസിനെ പറയും. അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കാൻ തയ്യാറല്ല. നിങ്ങൾ ഉന്നയിച്ചൊരു പ്രശ്നത്തിൽ ഒരു വിഷയം ഉയർന്നു വരുന്നു. ഈ പേരാമ്പ്രയിൽ എത്ര ദിവസമായി നിരപരാധികളെ വേട്ടയാടുന്ന സോഷ്യൽ മീഡിയ പ്രചരണമാണ്. അതിലേറ്റവും കൂടുതൽ ഉപദ്രവം നേരിടേണ്ടി വന്ന ഒരു കുടുംബമാണ് ഈ വിഷ്ണു പ്രകാശൻ വിഷ്ണു വത്സൻ എന്ന പോലീസുകാരനും അദ്ദേഹത്തിന്റെ കുടുംബവും. എന്നെ കൂടി ബന്ധപ്പെടുത്തി. ഞാൻ ഈ മണ്ഡലത്തിലെ MLA. വിഷ്ണുവിന്റെ വീട് എന്റെ വീടിന്റെ ഏകദേശം അടുത്താണ്. ഇത് പോയി നോക്കിയ ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. എന്റെ വീട് എവിടെയാണ്, അവരെ വീട് നാട്ടുമ്പുറാണ്. ഒരു അടുത്ത വീട് തന്നെയാണ്. എനിക്ക് പരിചയമുള്ള കുടുംബമാണ്. എന്റെ വീടിന്റെ അടുത്തായി പോയി എന്നുള്ളത് കൊണ്ട് എന്തെല്ലാം ആക്ഷേപം ആ കുടുംബം സഹിക്കേണ്ടി വന്നു. ഈ വത്സനാണ്, ഈ വിഷ്ണുവാണ് ഈ തെറ്റ് ചെയ്തത് എന്നുള്ളത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയണമെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തുള്ള ഏതെങ്കിലും കോൺഗ്രസുകാർ ഈ കാര്യങ്ങൾ അവരെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് കളവായിരുന്നു. അടിസ്ഥാനരഹിതമായ ആരോപണം. ഈ കുടുംബത്തിന് വന്ന മാനക്ഷതത്തിന് ആരാ ഉത്തരവാദി? അത് ഷാഫി പറമ്പിലിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് പരിഹരിക്കപ്പെടും. കുറെ ദിവസങ്ങളായിട്ട് ഇരുന്ന് അലക്കല്ലേ. ഒരു ദിവസം എന്റെ ഫോട്ടോ കൊടുത്തിട്ട് പറഞ്ഞത് MLA മുഖച്ചായ ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ? സോഷ്യൽ മീഡിയയിൽ കാര്യമാട്ടോ പറഞ്ഞത്, ഷാഫിന്റെ കാര്യമല്ല. അപ്പൊ കോൺഗ്രസ് ഈ അടിസ്ഥാനരഹിതമായ ആരോപണം DCC പ്രസിഡന്റ് ഉന്നയിച്ചില്ലേ? അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഈ ആരോപണം ഉന്നയിച്ചു. കോൺഗ്രസിന്റെ നേതൃത്വം അങ്ങനെ ഉന്നയിക്കാവും. അപ്പൊ അവരെ കൊണ്ടത് പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രാദേശിക കോൺഗ്രസിന്റെ ആളുകളാണ് അവരെ കൊണ്ടത് പറയിപ്പിച്ചത്. അല്ലാതെ അവർക്ക് നേരിട്ട് ആളുകളെ അറിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ പ്രവീൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും, DCC പ്രസിഡന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് ഈ പോലീസുകാർ എന്നിവരെ പറഞ്ഞാൽ. എവിടെ കണ്ടിട്ടുണ്ട്? എന്ത് കണ്ടിട്ടുണ്ടെന്നാ പറയുന്നത്? ഇപ്പല്ലേ ഷാഫി പറമ്പിൽ കോൺഗ്രസ് നേരത്തെ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആരോപണങ്ങളെയും തിരുത്തിക്കൊണ്ടാണ് ഷാഫി പറമ്പിൽ ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റ് വന്നത്. അത് പരിശോധിക്കട്ടെ, കോൺഗ്രസിന്റെ നേതൃത്വം പരിശോധിക്കട്ടെ. സ്വാഭാവികം. അതെ 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 അതെ. അവരവരിച്ച പ്രയാസത്തിനാണ്. നമ്മളെ ആരെങ്കിലും ഒരു വീട്ടിലെങ്ങനെ വന്നതെങ്കിൽ നമുക്ക് അതിന്റെ പ്രയാസം അറിയാം. നമ്മളെ സഹോദരിയെ പറ്റിയോ നമ്മളെ അമ്മയെ പറ്റിയോ ആണ് ഇങ്ങനെ ഒരു ആക്ഷേപം വരുന്നതെങ്കിൽ നമുക്ക് വേദന ഉണ്ടാവില്ലേ? അതിങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുടുംബം ഇതിങ്ങനെ ഈ അലക്കലിന് വിധേയമാവുകയാണ്. അത് എവിടുന്ന് വരുന്നെന്നുള്ളത് പരിശോധിക്കട്ടെ. എന്നെക്കുറിച്ച് ഒരുപാട് ഇത് ഈ സംഭവത്തിന് ശേഷം കള്ള പ്രചാരണം എന്നെ കുറിച്ച് വന്നിട്ടുണ്ട്. ഞാനത് സംബന്ധിച്ച് DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. മേപ്പേരി പോലീസ് സ്റ്റേഷനിൽ വേറെ അവിടെയുള്ള ആളുകൾ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് സംബന്ധിച്ചുള്ള പരാതികളുണ്ട്. ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ അവർ പരിശോധിക്കട്ടെ. പരിശോധിച്ചിട്ട് ഇപ്പം ഈ വിഷ്ണുവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനുമായി എന്നെ ബന്ധപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ. അപ്പൊ ആ പ്രശ്നങ്ങളെ കുറിച്ചെല്ലാം ഞാൻ DGPക്ക് കൊടുത്തിട്ടുള്ള പരാതി പറഞ്ഞിട്ടുണ്ട്. ആ പരാതി ഒരു പരിശോധിക്കട്ടെ.
എന്നിട്ട് എന്താണ് വസ്തുത എന്നുള്ളത് പുറത്തു കൊണ്ടുവരട്ടെ. അതാണുള്ളത്. ഞങ്ങളാരും തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ CPIM-നെതിരായിട്ട് അവർ പ്രചാരവേല നടത്തി. അതിന് മറുപടി പറയാനാണ് ഞങ്ങൾ മീറ്റിംഗ് നടത്തിയത്. CPM എന്തിനാ ഇതിന് പ്രതികരിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. CPM പ്രതികരിച്ചത് CPM-നെതിരായി നടന്ന പ്രചാരവേലയ്ക്ക് മറുപടി പറയാനാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ CPM-നെതിരായിട്ട് പ്രസംഗിച്ചില്ലേ? DCC പ്രസിഡന്റ് പ്രസംഗിച്ചു, ഓൾ ഇന്ത്യ സെക്രട്ടറി പ്രസംഗിച്ചു, സ്റ്റേറ്റ് പ്രസിഡന്റ്, KPCC പ്രസിഡന്റ് പ്രസംഗിച്ചു. ഇവരല്ലേ കെ സുധാകരന്റെ പ്രതികരണം എങ്ങനെയാ? CPM-നെ ബന്ധപ്പെടുത്തിയിട്ടല്ലേ പ്രതികരണം വന്നത്? ആ പ്രതികരണത്തിന് ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടാണ്. അത് CPM-നെതിരായി വന്ന ആക്ഷേപത്തിനും ആരോപണത്തിനും മറുപടി പറയാനാണ് CPM-ന്റെ നേതൃത്വത്തിൽ ഒരു പ്രകടനവും പൊതുയോഗവും ഇവിടെ CPM-ന്റെ നേതൃത്വം മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലാണ് ആ പ്രകടനവും പൊതുയോഗവും നടന്നിട്ടുള്ളത്. ഈ ആരോപണത്തിന് ആ പൊതുയോഗത്തിൽ മറുപടി പറഞ്ഞു. ഇതുപോലത്തെ വേറൊരു നിലപാട് നിങ്ങൾ കണക്കാക്കിയാൽ മതി. എനിക്കറിയില്ല, എനിക്ക് ഈ അഭിലാഷിന്റെ പരിചയവുമില്ല. അതുണ്ടാവും, അയാൾ പറഞ്ഞിട്ടുണ്ടാവും. ഇയാൾ തിരുവനന്തപുരത്തുകാരനാ? ഇയാൾ തിരുവനന്തപുരത്തുകാരനാണോ? എനിക്ക് ഇയാളെ പരിചയമില്ല, എനിക്ക് ആരാണെന്ന് അറിയില്ല. എവിടെ? അവിടെ ജോലി ചെയ്തിട്ടുണ്ട്, അതെനിക്കറിയില്ല. അല്ല, ഇവിടെ ജോലി ചെയ്തിരുന്നു. ഇപ്പൊ ഇവിടെ വടകരയില് ഏതോ